സംസ്ഥാനത്ത് പനി പടരുന്നതിനിടെ ജാഗ്രതാ നിർദ്ദേശവുമായി ഇപ്പോൾ ആരോഗ്യവകുപ്പ് കൂടി രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ്. മലബാർ മേഖലയിൽ മഞ്ഞപ്പിത്ത വ്യാപനം മറ്റൊരു ആശങ്കയായിട്ടുണ്ട്. സംസ്ഥാനത്ത് പകർച്ചപ്പനി പിടിമുറുക്കിയതോടെ ഇന്നലെ മാത്രം 11,050 പേരാണ് ചികിത്സ തേടിയത്. ഇതിൽ 159 പേർക്ക് ഡെങ്കിയും 8 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. 42 H1N1 കേസുകളും 32 മഞ്ഞപ്പിത്ത കേസുകളും റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരത്ത് H1N1, എറണാകുളത്ത് ഡെങ്കിയും മലപ്പുറത്ത് പകർച്ചപ്പനിയും വ്യാപകം. കുസാറ്റിലെ ഫിസിക്സ് വിഭാഗത്തിലെ വിദ്യാർത്ഥിക്ക് H1N1 രോഗബാധ സ്ഥിരീകരിച്ചു. H1N1 രോഗികളിൽ 24 പേരും തിരുവനന്തപുരത്താണ്. കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിൽ 1000-ന് മുകളിലാണ് പനിബാധിതരുടെ എണ്ണം. ഡെങ്കിപ്പനി എറണാകുളം 86, തിരുവനന്തപുരം 18, കൊല്ലം 16 എന്നിങ്ങനെയാണ് കണക്കുകൾ. ഈ മാസം ഇതുവരെ 1,00,000-ലേറെ പേർക്കാണ് വൈറൽ പനി ബാധിച്ചത്. 5 ദിവസത്തിന് ശേഷമായിരുന്നു പനിബാധിതരുടെ കണക്ക് സർക്കാർ പുറത്തുവിട്ടത്. 3 ദിവസത്തിൽ കൂടുതൽ പനിയുണ്ടെങ്കിൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കർശന നിർദ്ദേശം. 24 തിരുവനന്തപുരം. അപ്പോൾ പനി വരുമ്പോൾ സ്വയം ചികിത്സ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സാധാരണ പനി വരുമ്പോൾ ഏതെങ്കിലും ഒരു പാരസെറ്റമോളോ ഡോളോ ഒക്കെ മേടിച്ച് കഴിക്കും. പക്ഷേ ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുകയാണ് ചെയ്തത്. കാരണം നമുക്ക് അങ്ങനെ ഈസിലി വെച്ച് കളിക്കാൻ പറ്റുന്ന സാധനങ്ങൾ, പ്രത്യേകിച്ച് ഈ പനിബാധിതരുടെ എണ്ണം കൂടുകയാണ്. ആൻറ്റിബയോട്ടിക് ആണ് ഇപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ പല തരത്തിലുള്ള പനികൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ എന്തായാലും പ്രേക്ഷകർ ജാഗ്രതയാണ് വേണ്ടത്. ഇന്നലെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, മാസ്ക് ധരിക്കണമെങ്കിൽ അത് ധരിക്കുക. ഒപ്പം നമ്മൾ ഹൈജീൻ, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കൈകൾ ശുദ്ധമായി തന്നെ സോപ്പിട്ട് കഴുകി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫൻസീവ് മെക്കാനിസമാണ്. തീർച്ചയായിട്ടും.